നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ, പെർ മീറ്റർ 220. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഒരു ലൈറ്റ് പീച്ച് ആൻഡ് വൈറ്റ് കളറ്. ഇതിന് പെയർ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഒരു സിക്സ് ആഗ് പോലെ ഇങ്ങനെ വന്നിട്ട് ഇതിപ്പം ടോപ്പ് ബോട്ടം ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടിനും പെർ മീറ്റർ 220 ആണ് വരുന്നത്. ഇത് വരണ നല്ലൊരു ഗ്രീൻ ബ്ലൂ ആ ഒരു ഷെയ്ഡ്. ഇതാണ് ഇതിന് പെയർ ചെയ്ത് വരുന്ന മെറ്റീരിയൽ. ഇത് ടോപ്പ് ബോട്ടം അങ്ങനെ ഒരു കുർത്തി ആ ഒരു കോൺസെപ്റ്റിൽ സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് മൾട്ടി കളറായിട്ട് ഗ്രേ ആൻഡ് ഗ്രീൻ ഓഫ് വൈറ്റ് അങ്ങനെ. ഇതിന് ബോട്ടമായിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു സ്ട്രൈപ്സ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാം. വാഷബിളാണ്. ഒരു മസ്ലിൻ, പ്യുവർ മസ്ലിൻ മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. ഇത് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ സ്ട്രൈപ്സ് പാറ്റേൺ, പെർ മീറ്റർ 220 മസ്ലിൻ. ഇതിൽ തന്നെ പ്രിൻ്റഡ് ആയിട്ട് പോകുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ. നല്ല ഫ്ലോറൽ പ്രിൻ്റാണ്. ഒരു ഫോയിലിങ് ഇങ്ങനെ വന്നിട്ട് ഇതുമായിട്ട് പെയർ ചെയ്ത് പോകാം. വേണമെന്നുണ്ടെങ്കിൽ ഇതും വീണ്ടും നമുക്ക് കളർ കോമ്പിനേഷൻ ഒക്കെ ഇങ്ങനെ ഒരു ഡാർക്ക് മെറൂൺ, നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ മാർക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. വീണ്ടും ഇതും ഇതുപോലെ തന്നെ പെയർ ചെയ്ത് പോകാവുന്ന ഈ ഒരു ഡിസൈനും അങ്ങനെ തന്നെ ചെറിയ ചെറിയൊരു പ്രിൻറ്റഡ്, പെർ മീറ്റർ 220. നമ്മളിപ്പോൾ ഈ ഒരു കോഫി ഡാർക്ക് മെറൂൺ, ഈ ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് ബേസ് കളർ വരുന്ന ഇതാണ്. അപ്പോൾ ഇതിൻ്റെ 4 പ്രിൻ്റാണ്, ഡിഫറെൻറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഇത് വീണ്ടും പ്രിൻ്റഡിൽ തന്നെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. അതിലേക്ക് സ്ട്രൈപ്സ് പാറ്റേൺ വേണമെങ്കിൽ ബോട്ടായിട്ട് ചെയ്തെടുക്കാം. മസ്ലിൻ ഒരു സിൽക്ക് ഫാബ്രിക്കാണ്. എല്ലാം ഒരു സമ്മർ കളക്ഷനാണ്. നമുക്കിതിങ്ങനെ നല്ലൊരു കൂൾ എഫക്റ്റാണ് ഈ മെറ്റീരിയലിന്. നല്ല സോബർ കളറ് ക്രീം. ഇതിനെ പെയർ ചെയ്തിട്ട് ഒരു മൾട്ടി കളറായിട്ട് ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്, മിക്സ് ആൻഡ് മാച്ച്. ഇത് വീണ്ടും ഒരു സോബർ കളറ്, ഒരു ബ്ലൂ ഷെയ്ഡ്. ഇതിന് പെയർ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു കളർ. ഇത് വീണ്ടും ക്രേപ്പ് സിൽക്കിൽ തന്നെ ഇങ്ങനെ ഒരു നല്ല സോബർ കളർ, പെർ മീറ്റർ 145. ഇത് സാറ്റിൻ സിൽക്ക്. ഇത് സാറ്റിൻ സിൽക്കിൽ വന്നിട്ടാണ് ഫ്ലോയി വന്നിട്ടുള്ള മെറ്റീരിയൽ, പെർ മീറ്റർ 250. നെക്സ്റ്റ് ഒരു ഗ്രേ ടോൺ തന്നെ പേസ്ലി മോട്ടീഫ് പോലെ പ്രിൻ്റ് ഇങ്ങനെ വരുന്നു. ഇതിന് പെയർ ചെയ്തിട്ട് നമുക്ക് ഇത് തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ സ്ട്രൈപ്സ് പാറ്റേൺ, പെർ മീറ്റർ 220. ഇതൊരു പീച്ച് കളറ്, ഓണിയൻ കളർ. ഇതിന് പെയർ ചെയ്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഇത് മെയിൻലി ഒരു ടോപ്പ് ആൻഡ് ബോട്ടം കോൺസെപ്റ്റാണ്. ഇതാണ് നല്ല പ്രിൻ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു മസ്റ്റർഡ് കളറ്, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. ഇതിപ്പോൾ വേണമെങ്കിൽ 5 മീറ്റർ സാരിക്ക് യൂസ് ചെയ്യാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ പെയർ ചെയ്ത് പോകാം. വാഷബിളാണ്, ഒരു സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള മസ്ലിൻ. ഇതൊരു ഗ്രീൻ
ഇതാണ് ബോട്ടത്തിന്. ഇത് സാറ്റിൻ സിൽക്ക്. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഏതിലോ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു സാറ്റിൻ സിൽക്ക് മെറ്റീരിയൽ കൊണ്ടുവരുമെന്ന്. നല്ല ഫ്ലോയിയാണ്, നല്ല ഭംഗിയുള്ള പ്രിൻ്റഡ് ആണ്, എല്ലാം ഡിജിറ്റൽ പ്രിൻ്റഡ് ആണ്. പെർ മീറ്റർ വരണ 250. ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഒരു പെർഫെക്റ്റ് സ്ട്രക്ചറിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റ്. ഇതൊരു പീച്ച് കളറ്. ഇത് വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, സാറ്റിൻ സിൽക്ക്. ഇതൊരു മസ്റ്റർഡ് യെല്ലോ, സാറ്റിൻ സിൽക്കാണ്. ഇത് വീണ്ടും ഒരു ബ്ലാക്ക് ഗ്രേ അങ്ങനെ വന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. ബഡ് റോസ്. ഇതും ഒരു ഒരു ടൈപ്പ് ഓഫ് ഗ്രേ കളറ് വിത്ത് ഒരു ഒക്കെ ഒരു പേസ്റ്റൽ ഒരു ഡസ്റ്റി അങ്ങനത്തെ ഒരു കളർ. ജെറ്റ് ബ്ലാക്ക് അല്ല, ഒരു മിക്സഡ് ആയിട്ട് ഒരു ചാർക്കോൾ ബ്ലാക്ക് പോലെ. ഇതൊരു ബ്ലൂ കോമ്പിനേഷൻ. ബ്ലൂ ആയാലും ഇതൊക്കെ ഈ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള കുറേ കളറുകളാണ്, മൾട്ടി കളറാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിലൊക്കെ നല്ല ഫ്ലോയിനെസ് ഉള്ള 44 ഇഞ്ച് വീതി വന്നിട്ടുള്ള മെറ്റീരിയലാണ്. വാഷബിളാണ്. പെർ മീറ്റർ 250. ഇതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. എന്താ പറയുക, ലീഫ് ഡിസൈൻ. മേപ്പിൾ ലീഫ് അല്ല, കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് പീക്കോക്ക് ബ്ലൂ. അതിൻ്റെ കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച്. ഗൗണൊക്കെ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ജാക്കറ്റായിട്ട് സെറ്റ് ചെയ്യാം. ഇത് വീണ്ടും ബ്ലാക്ക് ആൻഡ് യെല്ലോ. ഇത് പെർ മീറ്റർ 145 ആണ്. ഈ ഒരു ഡിസൈൻ വരണം 145. ഇത് ക്ലോത്ത് വരുന്നത് ഒരു ക്രേപ്പ് പോലത്തെ മെറ്റീരിയലാണ്. ഫ്ലോറൽ ഡിസൈൻ. പെർ മീറ്റർ 145. മൾട്ടി കളറായി വന്നിട്ട്. അപ്പം നമുക്കിങ്ങനെ എപ്പോഴും ഓർഗൻസ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല. അപ്പോഴേക്കും ഈ ഒരു ഇജഡ് ഗ്രൂപ്പിനൊക്കെ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ക്രേപ്പ് സിൽക്ക് പോലെ അങ്ങനെ വന്നിട്ട് കുറച്ചുകൂടെ ക്രേപ്പിന് നല്ല കട്ടിയുള്ള ഒരു ക്ലോത്താണ്. ഇത് വീണ്ടും ഫ്ലോറൽ ഡിസൈൻ, മൾട്ടി കളർ. ഇതൊരു പിങ്ക്. പെർ മീറ്റർ 145. ക്രേപ്പ്. ഇത് ക്രേപ്പ് സിൽക്ക്. നല്ല ഫ്ലോറൽ ഡിസൈൻസ്, ഒരു ലാവൻഡർ ഷെയ്ഡ്. ഇതും പെർ മീറ്റർ 145. ക്രേപ്പ്. ഇതൊരു ലൈറ്റ് ബേബി ഗ്രീൻ. ഇത് വീണ്ടും ഒരു ലാവൻഡർ തന്നെ, ഫ്ലോറൽ ഡിസൈൻ. ഇത് വീണ്ടും ക്രേപ്പിൽ തന്നെ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രേപ്പിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ ഇതാണ്. ക്രേപ്പ് ആണെങ്കിൽ നല്ല കട്ടിയുള്ള നല്ല ഫാബ്രിക്കാണ്.
ലൈറ്റ് വെയ്റ്റുമാണ്. പെർ മീറ്റർ 145. ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് അങ്ങനെ വന്നിട്ടുള്ള മൾട്ടി കളർ. ഇത് വീണ്ടും ഫ്ലോറൽ ഡിസൈൻസ്, മേപ്പിൾ ലീഫ്, അങ്ങനെ ഒരു ലീഫ് ഡിസൈൻ. ഇത് 145. ഇതിൻ്റെ കളർ ചേഞ്ചാണിത്, ഇങ്ങനെ വരുന്നു. ഇതും ഡിജിറ്റലിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പ്രിൻറ്റുകൾ. നമുക്കിതിൻ്റെയൊക്കെ ഒരു പ്ലെയിൻ കളർ ഓർഗൻസ് എടുത്തിട്ട് ഒരു സ്ലീവ്ലെസ് ജാക്കറ്റ് ഗൗൺ അടിച്ചിട്ട് ഇതിനൊക്കെ ഇങ്ങനെ ചേർന്ന് പോകുന്ന ഒരു ജാക്കറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തെടുത്ത നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. ഇത് വീണ്ടും മസ്ലിനാണ്. ഇത് വീണ്ടും സാറ്റിനാണ്. ഇതിങ്ങനെ പെയർ ചെയ്ത് പോകാം നമുക്ക്. ഒരു മെറ്റീരിയൽ എടുത്ത് തന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇത് സാറ്റിനാണ്, സാറ്റിൻ സിൽക്ക്. ഇത് മസ്ലിനാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല നല്ല കളക്ഷൻസാണ്. ഒക്കെ തന്നെ പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ പ്രിൻറ്റഡും ഏറ്റവും മിനിമം ഒരു റേഞ്ചിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ വെബിൽ ആഡ് ആയിട്ടില്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. 1, 2, 3 ഡിസൈൻസൊക്കെ ഒരേ സ്ക്രീനിൽ വരുമ്പോഴേക്കും നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് അയച്ചു തന്നാൽ മതി. പിന്നെ നമ്മളങ്ങനെ ഹൈ റെസൊല്യൂഷൻ ക്യാമറയല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ സ്റ്റോറിൽ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീല് തന്നെയാണ് നമ്മൾ ക്യാമറ ടാബിൽ നിന്നായിരിക്കാം, ഒരു പക്ഷേ ചിലപ്പം മൊബൈലിൽ നിന്നായിരിക്കാം. അങ്ങനെ ഹൈ റെസൊല്യൂഷൻ, ഹൈ എഡിറ്റിംഗ്, ഹൈ കളർ ആഡ് ചെയ്യുന്നില്ല. ഒക്കെ ആസ് യൂഷ്വൽ ഒരു നോർമൽ ലൈറ്റിങ്ങിൽ നമ്മുടെ സ്റ്റോറിൽ നിന്നിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കണ്ണിന് അത്ര ഒരു പ്രോബ്ലം വരുന്ന കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് കണ്ടിരുന്നു. നമ്മൾ നോർമൽ ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ഒരേപോലെ തന്നെയാണ് വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.